സ്ഥലം കിട്ടുന്നില്ല. നിലവിൽ ഏറ്റവും പ്രധാനമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നം അല്ല, ഇതെല്ലാം അതാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. ഇപ്പൊ ആലുവയിലെ ഗതാഗത കുരുക്കുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ കോട്ടയത്തെ കൂടിയുള്ള പ്രശ്നം ഉണ്ടാവാം. അങ്ങനെ തൃക്കാക്കരയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കാൻഡിഡേറ്റ് അറിയണ്ടേ? തൃക്കാക്കരയില് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വ്യക്തിപരമായിട്ട് ഇവിടെ ലോകത്താരും എന്ന് വാഗ്ദാനം ചെയ്താലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം അതിപ്പോ വാഗ്ദാനം ചെയ്ത് മാറ്റേണ്ടതുമല്ല. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ഇൻഫോ പാർക്ക് അങ്ങനല്ല, അത് ഞാൻ അതാ പറയാൻ വന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ നമ്മളെ ഇൻഫോ പാർക്ക് റോഡ് ഭയങ്കര തിരക്കുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ആ സമയത്തെ ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന വലിയൊരു വിഭാഗം ജനത ഒരുമിച്ച് റോഡിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. അതേ തിരക്ക് 10 മണി മുതൽ 4 മണി വരെ ഇല്ല. അപ്പൊ നമ്മൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന രാവിലത്തെ സമയത്ത് ഒരു തിരക്കുണ്ട്, വൈകുന്നേരം ഷാർജയിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വരുന്ന തിരക്കുണ്ട്. ദുബായ് രാജ്യത്തിന് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? മണിക്കൂറുകളോളം ദുബായിലുള്ള ജനത ഈ ബ്ലോക്കിൽ പെട്ടല്ലേ കിടക്കുന്നത്. അതെന്ന് പറയുന്നത് അത് ആ നിമിഷത്തെ സാഹചര്യം സൃഷ്ടിക്കുന്ന തിരക്കാണ്, അതൊരു പൊതു പ്രശ്നമല്ല. ഇപ്പൊ ഇവിടുത്തെ മെട്രോയുടെ പണി നടന്ന സമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് മെട്രോ വന്നു കഴിഞ്ഞാൽ അത് മാറും, അത് സ്വാഭാവികമായിട്ടും മാറും. അപ്പൊ ഇതുപോലെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ആ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടറെ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ തൊലിപ്പുറത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തൊലിയുടെ മണ്ടയിൽ പുരട്ടേണ്ടതല്ല, അത് ഉള്ളിലുള്ള കുടലിന്റെ പ്രശ്നമാണ്. ചിലപ്പോൾ വായിൽ നമുക്ക് പുണ്ണ് വരുന്നത് കുടലിന്റെ പ്രശ്നമാണെങ്കിൽ കുടലിന് പ്രശ്നം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. വായുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറില്ല. അപ്പൊ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തി ആ കാരണത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. നമ്മുടെ ഇപ്പൊ ചമ്പക്കരയുടെ പ്രശ്നങ്ങൾ ഞാനിപ്പോ ചമ്പക്കര ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ചമ്പക്കര ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുക. ചമ്പക്കര പാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ നീക്കാത്തതിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. ഇവിടുത്തെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ ചന്തയുമായി മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനത പറയുമ്പോൾ, അപ്പൊ ഇവിടുത്തെ ഈ ചമ്പക്കര പ്രദേശത്തെ ജനതയുടെ ആവശ്യം എന്താണോ മറ്റെമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ അവർ കൃത്യമായ പ്ലാനുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു AI മാതൃക കൊണ്ടുവന്ന് കൃത്യമായി മീറ്റ് വേസ്റ്റിനെയും പ്ലാസ്റ്റിക് വേസ്റ്റിനെയും മറ്റ് വേസ്റ്റുകളെയും തരംതിരിക്കുക, പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ട ഭൂപ്പ് രേഖയെ പറ്റിയും അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക. ചമ്പക്കരയെ സംബന്ധിച്ചിടത്തോളം മത്സ്യ വേസ്റ്റ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഇവിടുത്തെ ആളുകളുടെ ഉപജീവനവും മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിനെന്താ ശാസ്ത്രീയമായിട്ട് അഖിൽമാരുടെ മനസ്സിലുള്ളത്? ഞാനിത് പറഞ്ഞത് ഇതുവരെ ഈ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം മാറുന്നത്. ചമ്പക്കരയിൽ ആദ്യമായിട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. കഴിഞ്ഞ വികസന പത്രിക എടുത്ത് നോക്കൂ, ഇത് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപത്തെ വികസന പത്രിക എടുത്ത് നോക്കൂ, അവർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പുതിയ ടെക്നോളജി എന്തുവാന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് അറിയത്തില്ല. പുള്ളി വണ്ണെന്നൊക്കെയാണ് പണ്ട് പറയുന്നത് കേട്ട. പുള്ളിയെടുത്ത് ആദ്യം പോയി ചോദിക്കണം എന്താണ് ടെക്നോളജി, ചമ്പക്കരയിലെ വേസ്റ്റ് എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് ചോദിക്കണം. അത് ഇതിനെക്കുറിച്ച് അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. ഇപ്പം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചൊരു ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയുമാണ് അവിടെ ആവശ്യം. അപ്പോൾ ഇത് അതാ ഞാൻ പറയുന്നത്, അതിന് ഈ ഒരു വ്യക്തി എന്ന നിലയിലല്ല, ആ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യനോട് ചോദിച്ചിട്ട് അയാളുടെ ഉപദേശം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുല്ലക്കര ഡാം പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരാണെന്ന് ബഹളം വയ്ക്കും. അപ്പം നമ്മൾ ഡാം മാനേജ്മെന്റ് സമിതി അവിടെ പോയി ഇത് അന്വേഷിച്ചിട്ട് ഇത് പൊട്ടത്തില്ല എന്ന് പറയുന്നു. നമ്മൾ അവരെ വിശ്വസിക്കണോ അതോ ഒരു വക്കീൽ കിടന്ന് ബഹളം വെക്കുന്നത് വിശ്വസിക്കണോ? എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവന്റെ ഉപദേശം സ്വീകരിക്കുക, അതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പ്രദേശത്ത് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരാമെന്ന് പറയണമെങ്കിൽ ആ മേഖലയിൽ ഞാൻ അഗ്രഗണ്യനായിരിക്കണം, പ്രാവീണ്യമുള്ളവനായിരിക്കണം. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതിന് ആരാണ് ബെസ്റ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ഞാൻ തേടിപ്പോകും. അത് കൃത്യമായിട്ട് അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കും. എനിക്ക് ആദ്യം അറിയേണ്ടത് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ പ്രശ്നം എന്താണ്, ആ പ്രശ്നം എന്നേൽ കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും. സർക്കാർ തലത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ, പൊതു പങ്കാളിത്തത്തോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന അങ്ങനെ, വ്യക്തിപരമായിട്ട് ഒരാൾക്ക് സഹായിച്ച് പരിഹരിക്കാൻ പറ്റുന്ന അങ്ങനെ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ ഈ വികസന പത്രികയിൽ ഞങ്ങൾ അത് കൊണ്ടുവരാം, ഞങ്ങൾ ഇത് കൊണ്ടുവരാം, ഞങ്ങൾ മറ്റേത് കൊണ്ടുവരാം, കേരളത്തിൽ ഇന്നുവരെ പറഞ്ഞ് എന്തെങ്കിലും ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. അല്ല, ഇപ്പൊ നമുക്കൊരു വളരെ സ്വപ്നതുല്യമായൊരു പ്രതീക്ഷയിലേക്ക് തന്നെ പോവാം അഖിൽമാരാർ. അതായത് NDA കേരളം ഭരിക്കുന്നു, അഖിൽമാരാർ മന്ത്രിയാവുന്നു, തൊട്ടപ്പുറത്ത് റോബിനും മന്ത്രിയാവുന്നു. അപ്പൊ നിങ്ങൾ ഒരേ മന്ത്രിസഭയിൽ നിൽക്കേണ്ടി വരും, ഒരേ കക്ഷിയിൽ നിൽക്കേണ്ടി വരും. അപ്പൊ മുമ്പുണ്ടായ വേർതിരിവുകളെ എങ്ങനെ നേരിടും? ഇത് ഒന്നാമത്തെ പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിക്കപ്പെടുന്ന കണ്ടന്റുകൾക്ക് പിന്നാലെ പോകുന്ന ചോദ്യങ്ങൾക്ക് ഒരു രാഷ്ട്രീയപരമായിട്ട് ഉത്തരം പറയുന്നതല്ല ശരി. NDA അധികാരത്തിൽ വന്നാൽ BJPയുടെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങൾ മുഖ്യമന്ത്രിയാവട്ടെ, ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങൾ മന്ത്രിയാവട്ടെ. റോബിന് മന്ത്രിയാവാൻ അവസരം ലഭിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടി റോബിനെ ഞാൻ സ്വീകരിക്കുന്ന ഒരാളാണ്. 2020 ഒരു മന്ത്രിയെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ മന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് സാബു ജേക്കബാണ്. അത് ആർക്ക് കൊടുക്കുന്നു അയാളെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിനുള്ള മറുപടി. ഇനി റോബിനുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള കാര്യം റോബിനും അറിയാം, എനിക്കും അറിയാം. റോബിൻ BJPയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഒരിക്കലുമല്ല, ഞാൻ എത്രയോ നാളുകളായിട്ട് ഞാൻ റോബിൻ ഒരുമിച്ച് ദുബായിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളതല്ലേ. അപ്പൊ റോബിൻ അതായത് റോബിൻ ദുബായിൽ വന്ന സമയത്ത് റോബിൻ മറ്റേ രണ്ടാമത് പനമേര എടുത്തു. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ
ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് റോബിൻ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ഞാൻ റോബിനോട് സംസാരിക്കാറുണ്ട്. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒന്നാമത് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇത് പുറത്തുള്ള ആൾക്കാർ സൃഷ്ടിച്ച കുറെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉള്ളത്. പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ പ്രാധാന്യം പോകാനുണ്ട്. അതിനു മുമ്പ് ഈയിടെയായി അഖിൽമാരാർ ചെയ്ത കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി കൂടി പ്രശ്നങ്ങളേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ഇപ്പൊ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഈ വ്യക്തി അധിക്ഷേപം ഒരിക്കലും അങ്ങനെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുതിർന്ന നേതാക്കൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാനിപ്പോ തിരുവനന്തപുരത്തിനോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു മോശമായ രാഷ്ട്രീയ മാതൃകയാണെന്നാണ്. ഇപ്പൊ പിണറായി വിജയൻ ഈ നാട്ടിലല്ലേടാ. ഇപ്പൊ അഖിൽമാരാർ പറയുന്നു ഈ ജോജുവിനെതിരെ രമേശ് പിഷാരടി കളിച്ചിട്ടുണ്ട്, അത് ജോജുവിന് അറിയില്ല, ജോജു എന്തെങ്കിലും അത് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ അല്ലടാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നേ. ആ. ജോജി ചേട്ടൻ ഒരിക്കൽ എന്നെ രാത്രി വിളിച്ചിട്ട് പറയുന്നു, വലിയ വിഷമിച്ചാണ് വിളിച്ച് പറയുന്നത്, ഇനി ഒരു സംഭവം ഉണ്ടടാ, നീ ഇത് എവിടെങ്കിലും ഒന്ന് പറയാണോ? കാരണം പുള്ളി സോഷ്യൽ മീഡിയയിലോ മറ്റോ വരുന്ന ഒരാളല്ല. പലപ്പോഴും എന്റെ സുഹൃത്തുക്കൾക്ക് ജോജി ചേട്ടൻ പറഞ്ഞ പ്രകാരമാണ് അഡ്രസ് ചെയ്യുന്നത്. ജോജി ചേട്ടൻ എന്നെ അന്ന് ഈ വിഷയം നടന്നത് വലിയ വിഷമിച്ച് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ വലിയ രീതിയിൽ വിഷമിച്ച് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് അന്നത്. പക്ഷെ അതുകൊണ്ടാണല്ലോ അതിന്റെ ഷോ ഡയറക്ടർ ഇപ്പൊ ഒരു വിശദീകരണം കൊണ്ട് വന്നല്ലോ. അത് അങ്ങനെ സംഭവിച്ചു എന്ന് തന്നെ ഷോ ഡയറക്ടർ സമ്മതിച്ചല്ലോ. പക്ഷെ അതിന് കാരണം പിഷാരടി അല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി വന്നത്. അപ്പൊ അതിന്റെ കാരണം ആരാന്നുള്ള കാര്യം ജോജു ജോർജിന്റെ ധാരണ പിഷാരടി ആണെന്നുള്ളതായിരുന്നു. അപ്പൊ അത് ജോജു ജോർജിന് ആ തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാൻ ഡയറക്ടർക്ക് കഴിഞ്ഞെങ്കിൽ എന്റെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കും വരെ ശ്രദ്ധിച്ചു വേണ്ട അഖിൽമാരാർ. എടാ ഒന്ന് വിഷ്ണു ആദ്യം മനസ്സിലാക്കണം, ഞാൻ ഇവരെ ഒന്നും പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ നടത്തിയ വ്യക്തി അധിക്ഷേപം എന്താ നോക്കൂ, ജോജു എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ നടത്തിയ വ്യക്തി അധിക്ഷേപം എന്താന്ന് പറ. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് ഏത് രീതിയിലാ പറ. ഇപ്പൊ രമേശ് പിഷാരടി അദ്ദേഹത്തിന്റെ ലൈഫ് എല്ലാം സെറ്റിൽ ചെയ്തതിനു ശേഷമാണ് രാഷ്ട്രീയ അധിക്ഷേപമാണോ? നല്ല കാര്യമല്ലേ? ഒരിക്കലും അല്ല. ഇപ്പൊ ഒരിക്കലും അല്ല, അത് അതിനൊരിക്കലും അധിക്ഷേപമായി ഉൾക്കൊള്ളാനാവില്ല. ഒരാളുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുള്ള കഴിവ് അയാളുടെ സാമ്പത്തികമായുള്ള അയാളുടെ ഉറപ്പുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് അഖിൽമാരാർ ഒന്ന് വിശദീകരിക്കുക. എന്താണ് അപ്പൊ അഖിൽമാരാർ ഉദ്ദേശിച്ചതിന്റെ ഉള്ളർത്ഥം എന്തായിരുന്നു? അപ്പൊ ഇത് എന്റെ അടുത്ത് എന്റെ പേര് ഞാൻ മറന്നുപോയി. അവനൊരു ചോദ്യം ചോദിച്ചു, ബിഗ് ബോസിൽ പോയതാണോ അഖിൽമാരാരുടെ യോഗ്യത? ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറയുന്നു, എന്താണ് പിഷാരടിയുടെ യോഗ്യത? അതായത് എന്റെ യോഗ്യത ചോദിക്കുന്ന ഒരാൾക്ക് ഇന്നൊരാളുടെ യോഗ്യത പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എന്റെ യോഗ്യത പറയാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് പിഷാരടി ഇത് ഞാൻ എന്താണ് ഇപ്പൊ വിഷ്ണുവിന്റെ പോലെ തന്നെ ഞാൻ പറഞ്ഞത് എന്താന്ന് കേൾക്കാതെ അദ്ദേഹം വളരെ പുച്ഛത്തോടു കൂടി അതിനെ തള്ളിക്കളയുന്നു. അപ്പം ഒരു വ്യക്തിയോട് തന്നെ പുച്ഛം കാണിച്ചത് രമേശ് പിഷാരടിയാണ്. അപ്പൊ ഞാൻ ആ പുച്ഛത്തിന് കൊടുത്ത മറുപടിയാണ്. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പുച്ഛിച്ചിട്ടില്ല അഖിൽമാരാർ, അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. അത് രണ്ടും അവഗണിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് അവഗണിക്കാൻ പ്രതികരിക്കാൻ പാടില്ല എന്ന് പറയാൻ നിലപാടല്ലേ? വ്യത്യാസമുണ്ട്. പുച്ഛവും അവഗണനയും രണ്ടല്ലേ? വ്യത്യാസമുണ്ട്. അദ്ദേഹം അവിടെ നേരിടുന്നത് NDA എന്ന് പറയുന്ന ശക്തമായ ഒരു മുന്നണിയാണ് പാലക്കാട് നേരിടുന്നത്. ആ മുന്നണിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ കുറിച്ചിട്ട് വ്യക്തിപരമായി പറഞ്ഞ ആക്ഷേപമല്ല. പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരോടുള്ള എന്റെ ചോദ്യം മാത്രമായിരുന്നു അത്. ഞാൻ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ ആശംസ ഇട്ടു എന്ന് പറഞ്ഞ് എനിക്കെതിരെ ട്രോളും കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്നാണ് ഞാൻ ആ ട്രോള് കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം ചിന്തിച്ചത്. കാരണം അതൊരു ആശംസയായിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി മാറിയാൽ ആ വേദിയിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് അദ്ദേഹത്തെ എനിക്ക് കഴിയട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇനി രണ്ടാമത്തെ വരി എഴുതിയേക്കുന്നത് അർഹതപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടെത്തി സീറ്റ് കൊടുക്കുക, അല്ലാതെ എനിക്ക് സീറ്റ് തരണമെന്നല്ല എഴുതിയേക്കുന്നത്. ഇത് രണ്ടുമാണ് അതിനകത്ത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിനാണ് അത് ട്രോളായെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് നമ്മുടെ അതുപോലെ ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ പിഷാരടി എന്ന് പറയുന്ന വ്യക്തി ആക്ഷേപിച്ചിട്ടേ ഇല്ല. എന്നോട് യോഗ്യത ചോദിച്ച ഒരുത്തനോട് തിരിച്ച് സിനിമയിൽ നിന്ന് വന്ന ഇന്ന ആളുടെ യോഗ്യത എന്താണ് എന്നുള്ളൊരു മറുചോദ്യമായിരുന്നു അത്. ഇനി രണ്ടാമത് അതിനെക്കുറിച്ച് വിഷ്ണുവിനെ പോലെ പല ആൾക്കാരും എന്നോട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എന്നോട് ആരും മാധ്യമപ്രവർത്തകർ മനോരമയും ചോദിച്ചു, എന്തെങ്കിലും വ്യക്തിവിരോധം ഉണ്ടായിട്ടാണോ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റു വിരോധമൊന്നുമില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം, എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്നോട് അയാൾ വിളിച്ചു പറഞ്ഞ വിഷമത്തിന് ഇന്നൊരാൾ കാരണമായിരുന്നു എന്ന് കേട്ടപ്പോൾ തോന്നിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടല്ല ഞാനിത് പറഞ്ഞത്.